എളംകൂർ മേലെപ്പുറത്ത് ഭർതൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ രംഗത്തെത്തി. വിഷ്ണുജ എന്ന യുവതിയാണ് ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത്. വിഷ്ണുജയെ സൗന്ദര്യം കുറവെന്ന് പറഞ്ഞും ജോലിയില്ലെന്ന് പറഞ്ഞും ഭർതൃവീട്ടുകാർ പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഭർത്താവിന്റെ ബന്ധുക്കൾ ഇതിന് കൂട്ടുനിന്നു. ബന്ധുക്കൾ ഇക്കാര്യം ആരോപിച്ചാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ കേസ് നൽകിയത്. തുടർന്ന് മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പശ്ചാത്തലം കൂടിയുണ്ട്. അനുമോദ്, CV അനുമോദ് വരും അല്പസമയത്തിനകം ചേരും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭർതൃവീട്ടിൽ പീഡനം ആരോപിച്ചാണ് വിഷ്ണുജയുടെ കുടുംബം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോലിയില്ല എന്ന് പറഞ്ഞു. ഒപ്പം വിഷ്ണുജയ്ക്ക് സൗന്ദര്യം കുറവ് എന്നൊക്കെ പറഞ്ഞായിരുന്നു മാനസികമായും ശാരീരികമായുമുള്ള പീഡനമെന്നാണ് മനസ്സിലാകുന്നത്. 25 വയസ്സുകാരിയാണ് വിഷ്ണുജ. വിഷ്ണുജയും പ്രഭിനും, ഇളങ്കൂർ സ്വദേശി പ്രഭിനും തമ്മിലുള്ള വിവാഹം 2023 മെയ്, അതായത് 2 വർഷം തികയാൻ ഇനിയും 2 മാസം ബാക്കിയിരിക്കെയാണ് വിഷ്ണുജയെ ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുകയും തുടർന്ന് അവർ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്ത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. CV അനുമോദ്, വെറും 2 വർഷം തികഞ്ഞില്ല ഇവരുടെ വിവാഹത്തിന്. എന്താണ് ഈ ബന്ധുക്കൾ പ്രധാനമായും ആരോപിക്കുന്നത്? ഇങ്ങനെയൊരു ചെയ്തിയിലേക്ക് ഈ കുട്ടി പോകാൻ കാരണം അവർക്കേറ്റ മാനസികമായ ശാരീരികമായ വിഷമതകളായിരുന്നോ? രഞ്ജിത്ത്, വിഷ്ണുജയുടെ അച്ഛൻ വാസുദേവനാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. വിഷ്ണുജയെ ഭർത്താവിന്റെ വീട്ടുകാർ മാനസികമായിട്ട് പീഡിപ്പിച്ചിരുന്നു. ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം ബാങ്കിങ് കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജോലിയില്ല, അതുപോലെ തന്നെ മറ്റ് ചില ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന തരത്തിലുള്ള സ്വഭാവങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ഈ കുട്ടിയുടെ കുടുംബം, വിഷ്ണുജയുടെ കുടുംബം ആരോപിക്കുന്നത്. ഭർത്താവിന്റെ ഈ പ്രഭിന്റെ ഇത്തരം പ്രവർത്തികൾക്ക് പ്രഭിന്റെ കുടുംബം കൂട്ടുനിന്നു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. പലതവണ കുടുംബവുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നില്ല എന്നാണ് വാസുദേവൻ പറയുന്നത്. ഈ കുടുംബത്തിനെതിരെയും ഭർത്താവിന് ഈ പ്രഭിനെതിരെയും നടപടി വേണമെന്നാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മഞ്ചേരി പോലീസാണ് ഇവർക്കെതിരെ ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നത്. വ്യാഴാഴ്ചയായിരുന്നു വിഷ്ണുജ എളങ്കൂറിലെ പ്രഭിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ വിഷ്ണുജയെ കണ്ടെത്തിയത്. ഒന്ന് തുടരുക അനുമോദ്. ഇപ്പോൾ കുട്ടിയുടെ അമ്മാവൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അമ്മാവൻ അടക്കമുള്ളവരാണ് ഇപ്പോൾ മഞ്ചേരി പോലീസിനെ സമീപിക്കുകയും അവർ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തത്. വിഷ്ണുജയുടെ അമ്മാവന്റെ വാക്കുകളിലേക്ക്. മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം, വളരെ കടുത്ത പീഡനം നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നും നമ്മൾ അറിയുന്നത്. അതായത് ഒളപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു, അവരൊക്കെ ഓരോന്നും എടുക്കാണ്ട് അത് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഇവൻ പറഞ്ഞത് അതായത് ജോലിയില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം പറയുന്നത്, എൻ്റെ ജോലി കണ്ടിട്ട് എൻ്റെ ഇപ്പം വരണ്ട കേട്ടോ, ഇജ് സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കുവാണ്. അതിനോട് കഠിനാധ്വാനം ചെയ്യുന്നു. അതങ്ങനെ. പിന്നെ ഇവർക്ക് സൗന്ദര്യമില്ല, ഇവള് തടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ബൈക്കുമ്മയും കൂടി കയറ്റി കൊണ്ടുപോകില്ല. ഒരു കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 കൊല്ലമായി. എന്തെങ്കിലും ടൂറ് ജസ്റ്റ് ഒന്ന് നിലമ്പൂര് തേക്ക് മ്യൂസിയത്തേക്ക്, അതുവരെ എൻ്റെ കുട്ടി അറിയില്ല. വേറെയുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമാണ് കുട്ടിക്ക്. അനുമോദ് തുടരുകയാണ്. അനുമോദ്, ഇപ്പോൾ മഞ്ചേരി പോലീസിന്റെ നടപടികൾ എന്തൊക്കെയാണ്? ഈ ഭർതൃവീട്ടുകാരെയും ഭർത്താവിനെയും ബന്ധുക്കളെയും ഒക്കെ ചോദ്യം ചെയ്യണമല്ലോ, അതിനുള്ള നീക്കത്തിലാണോ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും ഇപ്പോൾ ഏതൊരു ആത്മഹത്യാ കേസുകൾ വരുമ്പോൾ ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുക്കുക. തുടർന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതിൽ അന്വേഷണം നടത്തി കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തി അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോവുക. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഞ്ചേരി പോലീസ് ഇക്കാര്യത്തിൽ ഭർതൃപീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും അതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള പുതിയ വകുപ്പുകളും ചുമത്തുമെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഉള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണുകളും അതുപോലെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റും മറ്റു നടപടികളും ഉണ്ടാകുമെന്ന സൂചനയാണ് പോലീസിന്റെ ഭാഗത്ത് ലഭിക്കുന്നത്. പ്രഭിൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയുകയില്ല. ഈ സംഭവം ഉണ്ടായതിനു ശേഷം അയാൾ ഒളിവിൽ പോയിട്ടുണ്ട് എന്ന വിവരവും
ലഭിക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഒരു തരത്തിലും ഇത്തരത്തിലുള്ള മരണങ്ങളിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അലംഭാവം ഉണ്ടാകില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുപോലെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. കുട്ടിക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു, ജോലിയില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു. അതുപോലെ തന്നെ കുട്ടിയെ അകറ്റി നിർത്തുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പലതവണ ഈ കുടുംബത്തിൽ രക്ഷിതാക്കൾ അറിയാതിരിക്കാൻ ഈ കുട്ടി ശ്രമിച്ചിരുന്നു, രക്ഷിതാക്കളോട് പറയാതിരിക്കാൻ കുട്ടി ശ്രമിച്ചിരുന്നു എന്നും ഇപ്പോൾ ഈ കുട്ടിയുടെ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. എന്നാണെങ്കിലും അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി ഇയാൾക്കെതിരെ, പ്രഭിനെതിരെയും അതുപോലെ തന്നെ പ്രഭിന്റെ ബന്ധുക്കൾക്കെതിരെയും പോലീസ് കേസെടുക്കുമെന്ന വിവരമാണ് മഞ്ചേരി പോലീസിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ സംസാരിച്ചത് കുട്ടിയുടെ അച്ഛനാണ്, കുട്ടിയുടെ അമ്മാവനല്ല. അമ്മാവൻ എന്നാണ് പറഞ്ഞത്. നമുക്ക് ആ കുട്ടിയുടെ അച്ഛന്റെ വാക്കുകളിലേക്ക് ഒന്നുകൂടി പോകാം. മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം, വളരെ കടുത്ത പീഡനം നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നോരോന്ന് നമ്മൾ അറിയുന്നത്. അതായത് അവളൊപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു, അവരൊക്കെ ഓരോന്നും എടുക്കാണ്ട് അത് ഇതൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, തെളിവുകളൊക്കെ ഉണ്ട്. അപ്പൊ അതായത് ഇവൻ പറഞ്ഞത് അതായത് ജോലിയില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം പറഞ്ഞു, എന്റെ ജോലി കണ്ടിട്ട് എന്റെ ഒപ്പം വരണ്ട കേട്ടോ, ഇജ്ജ് സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കുവാണ്. അതിനോള് കഠിനാധ്വാനം ചെയ്യുന്നു. അതങ്ങനെ. പിന്നെ ഇവർക്ക് സൗന്ദര്യമില്ല, ഇവള് തടിയില്ല. നമുക്ക് പറഞ്ഞ് ഇവന്റെ ബൈക്കും കൂടി കയറ്റി കൊണ്ടുപോകില്ല. ഒരു കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 2 കൊല്ലം. എന്ത് ടൂറ് ജസ്റ്റ് ഒന്ന് നിലമ്പൂര് തേക്ക് മ്യൂസിയത്തിക്ക്, അതുവരെ എന്റെ കുട്ടികാരനെ വേറെയുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ കാണുമ്പോ സങ്കടമാണ് കുട്ടിക്ക്. കുട്ടിയുടെ അച്ഛന്റെ ദുഃഖകരമായ വാക്കുകളാണ് കേട്ടത്. കുട്ടിയുടെ അമ്മാവൻ സുരേഷ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. സുരേഷ്, ഈ പീഡനം ഇങ്ങനെ നമുക്കറിയാം, ഒരു 2 മാസം തികയുന്നേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഈ മെയ് ആകുമ്പോഴാണ് 2 വർഷം തികയാനിരിക്കുന്നത്. ഇതിനിടയിൽ ഇത്രയധികം പീഡനം ഈ കുട്ടിയെ എന്ത് പറഞ്ഞാണ് ഇവരിങ്ങനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കായിരുന്നോ? മാനസികമായി ശാരീരികമായി, കാരണം ശാരീരികമായി പീഡിപ്പിച്ചതിന്റെ ഇതൊക്കെ അവരുടെ കൂട്ടുകാരികളുടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയ സമയത്ത് കണ്ടു. പക്ഷെ ഇവള് ഇത് സ്വയം പരിഹരിക്കാന്ന് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വീട്ടുകാരോട് ചേച്ചിമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇടപെടാൻ മാത്രം അവൾ അയക്കുന്നില്ല. അവള് പറയുന്നത് ഇത് ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം, എന്റെ ഫാമിലി പ്രശ്നമല്ലേ, അത് ഞാൻ സോൾവ് ചെയ്തോളാം, ഇയാള് ശരിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും, എനിക്കൊരു ജോലി ശരിയാവുന്നത് വരെ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് അവള് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ആളുകൾക്കൊന്നും ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അവള് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവക്ക് ജോലിയില്ല, പിന്നെ അവൾക്ക് സൗന്ദര്യം കുറവാണ്, വേണ്ടത്ര ഓർണമെന്റ്സ് വേണ്ടത്ര കൊടുത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ കുട്ടി ഈ വിവരം വീട്ടുകാരെ അറിയിപ്പിച്ചു, അമ്മാവനോടൊക്കെ പറഞ്ഞിരുന്നോ? അല്ല, എന്നോടല്ല, വീട്ടിലെ ചേച്ചിമാരോടൊക്കെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ പറയുന്നുണ്ട്. പറഞ്ഞാലും ഇടപെടണ്ട എന്നുള്ള ഒരു സ്ട്രോങ് നിലപാടാണ്. കാരണം ഒരു പ്രാവശ്യം ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി പോയ സമയത്ത് അവർ പറഞ്ഞു, ഇത് ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം, നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ വേറെ രീതിയിലാക്കി തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഇനി ഇടപെടാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോ ഇനി ആ രീതിയിലും ചിലപ്പോൾ ഇവൻ വല്ല ഭീഷണിയും പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇടപെട്ട് കഴിഞ്ഞാല് വീട്ടുകാരെ അറിയിച്ചാൽ കൂടുതൽ പറഞ്ഞു കാണും അല്ലേ? ഇയാള് അത്രയും കഴിവുള്ള ആളാണെന്നാ പറഞ്ഞത്, സ്വാധീനമൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് ഏത് നിലയ്ക്കും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഫാമിലിയെ തീരെ ഇടപെടിപ്പിച്ചില്ല. വിഷ്ണു തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാന്നുള്ള വിശ്വാസത്തിലായിരുന്നു അല്ലേ? അതെ അതെ അതെ, ശരിയാവും തന്നെയാണ് ഇവള് എല്ലാവരോടും ഫ്രണ്ട്സിനോടും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ മരണത്തിന് ആത്മഹത്യക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും അസ്വാഭാവികത ബന്ധുക്കൾക്ക് തോന്നിയിരുന്നോ? ഇല്ല. അവള് ശനിയാഴ്ച ഇങ്ങോട്ട് വരാനിരുന്നതാണ് പഠിക്കേണ്ട കാര്യത്തിന്. അപ്പോ അതിന്റെ ആ സമയത്താണല്ലോ അവള് ചെയ്തേ. ഏതായാലും എന്താണ് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലേ? പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട്. ആളിപ്പോ ഒളിവിലാണെന്ന് പറയുന്നു. ആളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ട് അളിയനെയൊക്കെ പോലീസ് ചോദ്യം ചെയ്ത് വരുന്നുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇയാൾക്ക് എന്താ ജോലി? എന്താ ഇയാൾക്ക്?
അയാൾ അവിടെ മെഡിക്കൽ കോളേജിൽ നഴ്സാണ്. നേഴ്സാണ്. വിഷ്ണുജയും വിദ്യാഭ്യാസമുള്ള കുട്ടിയാണല്ലേ? ആ അതെ, അവിടെ ഡിഗ്രി കഴിഞ്ഞ് ബാങ്കിങ്ങിന്റെ കോച്ചിങ് കഴിഞ്ഞ് അതിന്റെ ടെസ്റ്റ് ഒക്കെ പാസ്സായിരിക്കുകയാണ്. നല്ല ക്വാളിഫൈഡ് ഉള്ള കുട്ടിയാണ്, നല്ല കാലിബർ ഉള്ള കുട്ടിയാണ്. കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു. ഈ മർദ്ദനം അല്ലെങ്കിൽ ഇത്തരം ഈ പിന്നെ ഇതുപോലെ ഈ മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കുന്നതിൽ വീട്ടുകാർക്കും പങ്കുണ്ടെന്നുള്ള വിശ്വാസത്തിലാണല്ലേ? ആ അതെ, അവരറിയാതെ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നടക്കുവോ? അതെ അതെ അതെ. കാരണം അത് സ്വന്തമല്ല, ഇതിപ്പോ നമ്മൾ അറിയുന്നത് 5:30 മണിക്കാണ് ഇവള് ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം നമ്മളെ അറിയിക്കുന്നത് 5:30 മണിക്ക്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആള് ചെല്ലുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ ദേഹം മുഴുവൻ ഉറുമ്പരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം ഇവള് മുകളിലുള്ള ആള് താഴേക്ക് ഇറങ്ങി വരാതിരിക്കുമ്പോ ഇവരൊന്ന് പോയി നോക്കണ്ടല്ലേ? കാരണം ഒരു ഉറുമ്പരിക്കണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 3-4 മണിക്കൂറെങ്കിലും കഴിയണ്ടേ? അതെ. ഏതായാലും അന്വേഷണം മഞ്ചേരി പോലീസ് നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ ഒളിവിലുമാണ് അല്ലേ? അതെ, അന്വേഷണം നടക്കുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ ഇതുവരെ കേട്ടെടുത്തോളം. ശരി. കുട്ടിയുടെ അമ്മാവൻ സുരേഷാണ്. നമുക്കറിയാം ആ കുടുംബം ഒട്ടാകെ ദുഃഖാർത്തരാണ്. അസ്വാഭാവിക മരണത്തിന് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. അനുമോദ്, ഇയാൾ ഒളിവിലാണ്. ഈ ഭർത്താവ് എന്ന് പറയുന്ന എന്താണ് ദുഷ്ടൻ അല്ലെങ്കിൽ ക്രൂരൻ, അയാളെ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന അറിഞ്ഞുകൂടാ. ഇയാൾ ഒളിവിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. പോലീസ് ഇയാളെ തിരയുകയാണല്ലേ? തീർച്ചയായും മഞ്ചേരി CI ആണ് ഇപ്പോൾ കേസിന്റെ അന്വേഷണം നടത്തുന്നത്. അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ പ്രതിയിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്. മാത്രമല്ല കേസിന്റെ നിർണായക ഘട്ടത്തിലായതുകൊണ്ട് കൂടുതൽ ഇപ്പോൾ പുറത്തു പറയുന്നത് ഈ പ്രതി രക്ഷപ്പെടുന്നതിനും മറ്റേ അന്വേഷണത്തെയും ബാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുമെന്ന കൃത്യമായ വിവരം തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും ജാമ്യം ലഭിക്കാത്ത രീതിയിൽ ഈ തെളിവുകൾ കൂടി കണ്ടെത്തി അത്തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. ആത്മഹത്യാ പ്രേരണ, ഭർതൃപീഡനം തുടങ്ങിയ വകുപ്പുകൾ ഈ സംഭവത്തിൽ പ്രതിക്കെതിരെ ചുമത്തും എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തും ലഭ്യമാകുന്ന വിവരം. എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അസ്വാഭാവിക മരണം ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനു പുറമെ തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷം മറ്റ് വകുപ്പുകളായതും ചുമത്തുക. പ്രതിക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാണ്. ഇപ്പോൾ നിലവിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാനാകില്ല, വെളിപ്പെടുത്താനാകില്ല എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ശരി. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും മഞ്ചേരി പോലീസ് ഈ വിഷയം അന്വേഷിക്കുന്നു. വിഷ്ണുജയുടെ ഭർത്താവ് ഇതിൽ പ്രതിയായ ഈ പീഡിപ്പിച്ച അയാളിപ്പോൾ ഒളിവിലാണ്. ഇയാൾ നേഴ്സാണ്.